ചങ്കളെ ഓരോ ആവശ്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കാണ്ട് നിൽക്കുമ്പോഴാണ് മാഷാ അല്ലാ ഇന്റെ മുന്നേക്ക് പടച്ചോനായിട്ട് ഈ വെറൈറ്റത്തെ ചങ്കുണ്ടല്ല ആ ചങ്കിനുണ്ട് ഇറക്കി തന്നത്. എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് ആരാന്നറിയാം മൂപ്പര് ഈ ഫോട്ടോത്തിൽ കാണുന്ന ഈ ചങ്ക് ആരാന്നറിയാം ഞങ്ങൾക്ക്? ഒരു ദിവസം നമുക്ക് ബെൻസിന്റെ ചാവി ഇവിടുന്ന് ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ കൊടുന്നു കൊടുത്ത ചങ്കിന്റെ വീടാണിത്. ബെൻസിന്റെ ചാവി കച്ചറ ഡബ്ബയിൽ നിന്ന് കിട്ടിയിട്ട് ഈ വീഡിയോ കാണില്ല. ആ ചങ്കിന്റെ വീടാണ് കേട്ടോ. ഒരു ഫാമിലി നാട്ടിലത്തെ ആ ഫാമിലിക്ക് അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പൊ ആ ഒരു ആവശ്യം ഇങ്ങനെ പറഞ്ഞേക്കാം. പള്ളിക്കന്ന് മൂപ്പർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിന്നപ്പോ എന്നെ വിളിച്ച് താഴെ തന്നെ വിളിച്ചിക്കാണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മൂപ്പർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അങ്ങനെ സംസാരിച്ചപ്പോൾ പടച്ചോനായിട്ട് എന്റെ മനസ്സിലാതിന്റെ ഓർമ്മ വന്നു. ആ ഫാമിലിന്റെ ഒരു ശബ്ദം ഉള്ളവരല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആ ഫാമിലിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഇങ്ങനെ ഉണ്ട് ഒരു വിഷയം, എന്തെങ്കിലും കൊടുത്താൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടാ ഇവിടേക്ക്. അങ്ങനെ അവര് മൂപ്പരാൾ തന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഇവിടേക്ക് എന്താ ചെയ്യേണ്ടിന്ന് വെച്ച് കുറച്ച് തന്നാൽ മതി, ബാക്കി ഞാൻ എന്തേ ചെയ്തോളാം അറിഞ്ഞു. അത് വേണ്ടതായ മൊത്തം ഞാൻ തരടാ അറിഞ്ഞു. താഴെ തന്നെ അവിടെ കൊണ്ടുപോയി മൂപ്പര വീട്ടില് പൈസ. മാഷാ അല്ലാ സന്തോഷം. അള്ളാഹു ഹൈറാക്കട്ടെ, അതൊരു സ്വാലിയായ അമലായിട്ട് അദ്ദേഹത്തിന്റെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. മൂപ്പരിനോട് പറയണേ, എന്നോട് ഞാൻ എപ്പോഴും ചോദിക്കലില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയും, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഞാൻ റെഡിയാക്കി കൊള്ളാന്ന് പറയലില്ലേ. പിന്നെ എന്താ എനിക്ക് എന്താ എന്നോട് പറഞ്ഞാലെന്ന് ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും പറയണ്ടാ? ഇങ്ങനെ ഞാൻ ചെയ്യാൻ അവർക്ക് പൈസ കൊടുക്കട്ടെ എന്നാണ് ഇപ്പൊ പറഞ്ഞത്.